പോലീസുകാരന്വേഷിച്ചിട്ട് ഇതുവരെ ഒരു തുമ്പുണ്ടായിട്ടില്ല. പോലീസുകാർക്ക് വരെ അവരെ പേടിയ. അന്വേഷിക്കാൻ വന്ന ഇൻസ്പെക്ടർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ബാംഗ്ലൂർ വിട്ട് ഇങ്ങോട്ട് പോകുന്നത്. ദൈവം എന്നോട് ഇത്ര ക്രൂരത കാണിക്കാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? കുഞ്ഞാനമ്മ കരയാതെ കിടന്നുറങ്ങാൻ നോക്ക്. അനിത, 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 അനിത. കമൻ. അയ്യോ, ഞങ്ങൾ വിചാരിച്ചു നീ കരഞ്ഞു കളഞ്ഞു കിടക്കുമായിരിക്കുമെന്നാ. നിന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാ ഞങ്ങൾ വന്നത്. മാരേജ് മുടങ്ങിയിട്ട് നിനക്കൊരു ഫീലിംഗും ഇല്ലേ? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ എന്തിനു ഫീൽ ചെയ്യണം? ഒരുത്തൻ മഴയത്ത് എന്റെ കൊടയിൽ ഓടിക്കയറി റോഡ് ക്രോസ് ചെയ്തു. എന്റെ ബാഡ് ടൈം അത് ടിവിയിലും വന്നു. ഉണ്ടായ കാര്യങ്ങളൊക്കെ ഞാൻ ലാലുവിനോട് എക്സ്പ്ലെയിൻ ചെയ്തു. വിശ്വസിക്കുന്നില്ല. ആ ഒറ്റ കാരണം കൊണ്ട് ഡേറ്റും ഫിക്സ് ചെയ്ത് നാട്ടുകാരെയൊക്കെ ഇൻവൈറ്റ് ചെയ്ത മാരേജ് വേണ്ടെന്ന് വെച്ചാ ഞാൻ എന്താ ചെയ്യാ? ഞാൻ സൂസൈഡ് ചെയ്യണോ? അതിലൊന്നും എന്നെ കിട്ടില്ല. ഇത്ര നാരോ മൈൻഡഡ് ആയിട്ടുള്ള ഒരാളെ എനിക്ക് വേണ്ട. ഫീൽ ചെയ്യാൻ ഇത് ലവ് മാരേജ് അല്ലല്ലോ, അറേഞ്ച് മാരേജ് അല്ലേ. എനിക്കൊരു കാര്യത്തിലെ വിഷമമുള്ളൂ. ഞങ്ങളെപ്പറ്റി കൂടുതലൊന്നും അറിയാത്ത ഈ നാട്ടുകാർ എന്ത് വിചാരിക്കും? മാരേജ് നടക്കാതിരിക്കാനായിട്ട് ആരെങ്കിലും ഇങ്ങനെയൊരു ഇൻസിഡന്റ് ക്രിയേറ്റ് ചെയ്തതാണോന്നാ എനിക്ക് സംശയം. അങ്ങനെയാണെങ്കിൽ ടിവിയിൽ വരുന്നത് എങ്ങനെയാ? ആരാണെന്ന് കണ്ടുപിടിച്ചോ? ഇല്ല, ലോ കോളേജ് സ്റ്റുഡന്റ് ആണെന്നാ ലാലു പറയുന്നത്. ഈയിടെ സ്ട്രീക്കിംഗ് നടത്തിയ ഒരു ഗാങ്ങിന്റെ ലീഡറാ വൺ ബിനോയ്. ഓഹോ, അവന്മാരാണോ? കോളേജിലെ പെമ്പിള്ളേർക്ക് തന്നെ അവന്മാരെ കൊണ്ട് വലിയ ശല്യമാണെന്നാ കേൾക്കുന്നത്. പെമ്പിള്ളേരുടെ ലൈഫ് കൊണ്ടാണോ ഇവന്മാര് തമാശ കാണിക്കുന്നത്? ഇവനെയൊന്നും വെറുതെ വിടരുത്. നമുക്ക് പോലീസിലൂടെ കംപ്ലൈന്റ് കൊടുത്താലോ? എന്ത് പറഞ്ഞാ കംപ്ലൈന്റ് കൊടുക്കുന്നത്? മഴയത്ത് എന്റെ കൊടയെ കയറിയെന്നോ? അതൊന്നും വേണ്ട. എന്താ വേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്താ? നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം ഉണ്ടായിരുന്നാ മതി. മറ്റൊരു പെൺകുട്ടിക്കും ഇങ്ങനൊരു അനുഭവം ഉണ്ടാവരുത്. ഞാൻ തെറ്റുകാരിയല്ലെന്ന് എനിക്ക് പ്രൂവ് ചെയ്യണം. എന്ത് ചെയ്യാനാണ് നീ തീരുമാനിച്ചിരിക്കുന്നത്? അതൊക്കെ പറയാം.